നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് ടപ്പിൾ എന്ന് പറയുന്ന കളക്ഷൻ ഡാറ്റ ടൈപ്പാണ്. സോ ലിസ്റ്റിനെ പോലെ തന്നെയാണ് ഇതും ഒരു അറേ പോലെയാണ് വർക്ക് ചെയ്യുന്നത്. സോ നമുക്ക് ആദ്യം ഒരു ടപ്പിൾ ക്രിയേറ്റ് ചെയ്ത് നോക്കാം. സോ നമ്മൾ ടപ്പിൾ 1 എന്ന് പറയുന്നൊരു വേരിയബിളിലോട്ട് ടപ്പിൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു. ടപ്പിൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളത് റൗണ്ട് ബ്രാക്കറ്റിനുള്ളിലാണ് നമ്മൾ വാല്യൂസ് കൊടുക്കേണ്ടത്. സോ ഞാനിവിടെ സെയിം നമ്മുടെ നേരത്തെ അതേ വാല്യൂസ് കൊടുത്ത് നോക്കാം. ടൊമാറ്റോ, ഒനിയൻ, ക്യാരറ്റ്. സോ നമ്മളിവിടെ ഒരു ടപ്പിൾ ക്രിയേറ്റ് ചെയ്തു. ടപ്പിൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ റൗണ്ട് ബ്രാക്കറ്റാണ് കൊടുക്കേണ്ടത്. സോ നമുക്കത് പ്രിൻറ്റ് ചെയ്ത് നോക്കാം. ടപ്പിൾ 1. സോ പ്രിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടപ്പിളിനുള്ളിലെ വാല്യൂ ഇവിടെ ലഭിക്കുന്നതായിരിക്കും. സോ ടപ്പിളിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ, നമുക്ക് ലിസ്റ്റ് നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്തപ്പോൾ ലിസ്റ്റിലെ വാല്യൂസ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കുമായിരുന്നു. എന്നാൽ ടപ്പിളിനുള്ളിലെ വാല്യൂ നമുക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കില്ല. സോ ഉദാഹരണമായി ഞാനിവിടെ നമുക്ക് ടപ്പിളിലെ വാല്യൂസ് എങ്ങനെ ആക്സസ് ചെയ്യാമെന്ന് നോക്കാം. നമ്മൾ നേരത്തെ ലിസ്റ്റിൽ ചെയ്ത പോലെ ഇൻഡെക്സ് നമ്പർ ഉപയോഗിച്ച് നമുക്കിത് ആക്സസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. സോ ഉദാഹരണമായി നമുക്ക് ടൊമാറ്റോയാണ് പ്രിൻറ്റ് ചെയ്യേണ്ടതെങ്കിൽ ടപ്പിൾ സ്ക്വയർ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത ശേഷം ഇൻഡെക്സ് നമ്പർ കൊടുക്കുക. സോ റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആദ്യത്തെ വാല്യൂ കിട്ടുന്നതാണ്. സോ ക്യാരറ്റാണ് വേണ്ടതെങ്കിൽ 0, 1, 2. ക്യാരറ്റിൻ്റെ ഇൻഡെക്സ് നമ്പർ എന്ന് പറയുന്നത് 2 ആണ്. സോ നമുക്ക് അത് പ്രിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്യാരറ്റ് മാത്രം, ആ വാല്യൂ മാത്രം ആക്സസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. സോ ഇതുപോലെ നമ്മൾ ലിസ്റ്റിൽ ചെയ്ത പോലെ തന്നെ ഇൻഡെക്സ് നമ്പർ ഉപയോഗിച്ച് ടപ്പിളിനുള്ളിലെ വാല്യൂ നമുക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. എന്നാൽ ടപ്പിളിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് അതിനുള്ളിലെ വാല്യൂ നമുക്ക് ഡിലീറ്റ് ചെയ്യാനോ ആഡ് ചെയ്യാനോ ചേഞ്ച് ചെയ്യാനോ സാധിക്കുന്നതല്ല. സോ ഉദാഹരണമായി നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. സോ ടപ്പിൾ 1. സോ ഞാൻ ടൊമാറ്റോയുടെ ഭാഗത്ത് ചില്ലി എന്ന് കൊടുക്കുന്നു. സോ നമുക്ക് റൺ ചെയ്ത് നോക്കാം. സോ റൺ ചെയ്യുമ്പോൾ നമുക്കിവിടെ എറർ മെസ്സേജ് വരുന്നതാണ്. ടപ്പിൾ ഒബ്ജക്റ്റ് ഡസ് നോട്ട് സപ്പോർട്ട് ഐറ്റം അസൈൻമെൻറ്റ്. സോ അതായത് നമുക്ക് ടപ്പിളിനുള്ളിലെ വാല്യൂ ഒരിക്കൽ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്നതല്ല. സോ ഇനി നമുക്ക് നേരത്തെ പഠിച്ച പോലെ ഫോർ ലൂപ്പ് ഉപയോഗിച്ച് ടപ്പിളിനുള്ളിലെ എല്ലാ വാല്യൂസും എങ്ങനെ പ്രിൻറ്റ് ചെയ്യാമെന്ന് നോക്കാം. സോ ഞാനിവിടെ ഫോർ എക്സ് ഇൻ നമ്മൾ ടപ്പിൾ നെയിം കൊടുക്കുക. ശേഷം പ്രിൻറ്റ് എക്സ്. സോ ഈ എക്സിനുള്ളിൽ ഇതിൻ്റെ വാല്യൂ സ്റ്റോർ ചെയ്യുന്നതായിരിക്കും. ഇവിടെ നമ്മൾ കോളൻ കൊടുക്കാൻ മറക്കരുത്. സോ ഫോർ ലൂപ്പ് നമ്മൾ ഡീറ്റെയിൽ ആയി പഠിക്കുന്നതാണ്. സോ നമുക്കിനി റൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ടപ്പിളിനുള്ളിലെ എല്ലാ വാല്യൂവും നമുക്ക് ഇതുപോലെ 1 by 1 ആയി പ്രിൻറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ ഒരു ടപ്പിളിൻ്റെ ലെങ്ത്ത് കാണണമെങ്കിൽ നമ്മൾ നേരത്തെ ഉപയോഗിച്ച പോലെ len ഫംഗ്ഷൻ ഉപയോഗിക്കാവുന്നതാണ്. സോ ഞാനിവിടെ പ്രിൻറ്റ് len ഡോട്ട് ടപ്പിൾ 1 എന്ന് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടപ്പിളിനുള്ളിൽ എത്ര വാല്യൂസ് ഉണ്ടെന്ന് നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ഇവിടെ 3 വാല്യൂസ് അഥവാ 3 എലമെൻറ്റ്സ് ആണ് ഉള്ളത്. അതുപോലെ ടപ്പിളിനുള്ളിലെ വാല്യൂസ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ചേഞ്ച് ചെയ്യാൻ സാധിക്കില്ല, ഡിലീറ്റ് ചെയ്യാൻ സാധിക്കില്ല. സോ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് ഇത്ര മാത്രമാണ്. നമുക്ക് ടപ്പിൾ എന്ന് പറയുന്ന ഡാറ്റ ടൈപ്പ് പൂർണ്ണമായും നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ സാധിക്കും. അതിന് നമ്മൾ നേരത്തെ ലിസ്റ്റിൽ പഠിച്ച പോലെ ഡെൽ എന്ന് പറയുന്ന കീവേഡ് ഉപയോഗിച്ച് നമുക്ക് ടപ്പിൾ പൂർണ്ണമായും ഡിലീറ്റ് ചെയ്യാം. ഓക്കെ, ശേഷം നമ്മളിവിടെ നിന്ന് പ്രിൻറ്റ് ചെയ്ത് നോക്കാം. ടപ്പിൾ 1. സോ റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാം ടപ്പിൾ 1 ഈസ് നോട്ട് ഡിഫൈൻഡ്. കാരണം നമ്മളിവിടെ ഡെൽ എന്ന് പറയുന്ന കീവേഡ് ഉപയോഗിച്ച് ഇത് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞു. സോ നമ്മളിതൊന്ന് ഡിസേബിൾ ചെയ്ത് റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടപ്പിൾ 1 ഇവിടെ പ്രിൻ്റ് ആവുന്നതായിരിക്കും. സോ എനാബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കവിടെ അത് ഡിലീറ്റായി പോകുന്നതായിരിക്കും. സോ ടപ്പിളിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ, ഇത് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് റൗണ്ട് ബ്രാക്കറ്റിനുള്ളിലായിരിക്കും. അതുപോലെ ഇതിലോട്ട് നമ്മൾ ഒരു വാല്യൂ ആഡ് ചെയ്യാനോ അല്ലെങ്കിൽ അതിലുള്ള വാല്യൂ നമുക്ക് ചേഞ്ച് ചെയ്യാനോ സാധിക്കുന്നതല്ല. ഇനി അടുത്തതായി നമുക്ക് ഒരു ടപ്പിൾ കൂടി ക്രിയേറ്റ് ചെയ്യാം. ടപ്പിൾ 2. ഇതിൽ ഞാൻ 1, 2, 3, 4 എന്ന് പറയുന്ന 4 വാല്യൂ ആഡ് ചെയ്യുന്നു. ഇനി എനിക്ക് ഈ 2 ടപ്പിൾസ് കൂടി ആഡ് ചെയ്യണമെങ്കിൽ, ജോയിൻ ചെയ്യണമെങ്കിൽ ഞാൻ മൂന്നാമതൊരു ടപ്പിൾ 3 എന്ന് പറയുന്നൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്ത ശേഷം ഞാനിവിടെ ടപ്പിൾ 1 പ്ലസ് ഓപ്പറേറ്റർ ഉപയോഗിച്ച് നമുക്ക് ഈ 2 ടപ്പിൾ കൂടി കമ്പൈൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. സോ നമുക്ക് ടപ്പിൾ 3 പ്രിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ടൊമാറ്റോ, ഒനിയൻ, ക്യാരറ്റ് അതുപോലെ 1, 2, 3, 4 എന്നിവയെല്ലാം ഒരൊറ്റ ടപ്പിളിനുള്ളിൽ നമുക്ക് ലഭിക്കുന്നതാണ്. സോ ഈ പ്ലസ് സൈൻ ഉപയോഗിച്ച് നമുക്ക് 2 ടപ്പിളുകൾ ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. സോ നമുക്കിത് റൺ ചെയ്ത് നോക്കാം. സോ നിങ്ങൾക്കിവിടെ കാണാം ടൊമാറ്റോ, ഒനിയൻ, ക്യാരറ്റ് 1, 2, 3, 4. സോ നമുക്ക് ഈ 3 മാത്രം ആക്സസ് ചെയ്യണമെങ്കിൽ നമ്മുടെ ഇൻഡെക്സ് നമ്പർ നോക്കുക. 0, 1, 2, 3, 4, 5 ആണ് ഇൻഡെക്സ് നമ്പർ. സോ നമ്മൾ ടപ്പിൾ 3, 5 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 3 എന്ന് പറയുന്ന വാല്യൂ പ്രിൻറ്റ് ചെയ്യുന്നതായിരിക്കും. സോ നമുക്ക് റൺ ചെയ്ത് നോക്കാം. സോ നമുക്കിവിടെ 3 എന്ന് പറയുന്ന വാല്യൂ ലഭിക്കും. സോ ഈ രൂപത്തിൽ നമുക്ക് 2 ടപ്പിളുകൾ തമ്മിൽ ജോയിൻ ചെയ്യാൻ ഈ പ്ലസ് ഓപ്പറേറ്റർ ഉപയോഗിച്ച് നമുക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്.